ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് 2 സ്നാക്സ് പരിചയപ്പെടുത്താം കേട്ടോ. ഫസ്റ്റ് വൺ വടാപ്പാവ്. വടാപ്പാവ് ഈ പാവ് എന്ന് വെച്ചാൽ ഈ ബണ്ണിനെ കേട്ടോ പറയണേ. അതിൻ്റെ അകത്ത് വട സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ്. വട എന്ന് പറയുമ്പോൾ ഉഴുന്നുവട പരിപ്പുവട പോലത്തെ അല്ല, ഇത് പൊട്ടറ്റോ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തേക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പൗഡർ പോലത്തെ കുറച്ച് മസാലകൾ ആഡ് ചെയ്യുക അവർ. എന്നിട്ട് ഈ ഗ്രീൻ ചില്ലി ഒനിയൻ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കഴിക്കുക. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഗ്രീൻ ചില്ലി എരിവ് ഇഷ്ടപ്പെടാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, അത് നിർബന്ധമില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി വെച്ച് കഴിക്കുക കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊന്നും അത്ര കണ്ടുപരിചയം ഉണ്ടാവില്ലായിരിക്കും. നാട്ടിലുണ്ടെങ്കിൽ ഇത് വാങ്ങി കഴിക്കണം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കഴിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തേക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ മുളകെടുത്ത് കഴിച്ചു. നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് കഴിക്കാം. സത്യത്തിൽ എനിക്ക് മുളക് പേടിയാണ് കഴിക്കുക, പച്ചമുളക്. കറിയിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ അറിയാണ്ടൊക്കെ അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ എടുത്ത് കഴിക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കഴിച്ച് കാണിക്കുക. അപ്പോൾ നല്ല എരിവായിരുന്നു. എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാതെ ഞാനൊരു തുമ്പ കടിച്ചോളൂ. നല്ല എരിവായിരുന്നു. അതങ്ങനെ തന്നെ വെച്ചു. നല്ല ടേസ്റ്റ്. അയ്യോ എരിഞ്ഞു എനിക്ക്. വേഗം ഞാൻ ആ ബഡ് കടിച്ച് തിന്നു കേട്ടോ. അപ്പോൾ എരിവ് മാറി. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടാത്തവർക്ക്, അതായത് എരിവ് കഴിക്കാൻ പേടിയുള്ളവർ കഴിക്കരുത് കേട്ടോ. ഇതാണ് സെക്കൻഡ് വൺ, കച്ചോരി എന്ന് പറയും. ഇത് നമ്മുടെ പൂരി പോലെ ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു തരം മസാലയുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാഴ്സൽ കൊണ്ടുവന്നാറണമെന്ന് തോന്നുന്നു. അതിന് ചൂടാറിപ്പോയി, അല്ലെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിൽ ആഡ് ചെയ്യാനുള്ള സോസാട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റാണ്. അത് ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ളൊരു സോസാണ്. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത ഒനിയനും ഈ സോസും കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണ്. ഇതിപ്പോൾ ചൂടാറിയത് കൊണ്ട് നമുക്കത് കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ക്രിസ്പി ആയിട്ട് അതിങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് ഉണ്ട്, ഒരു മസാല പോലെ. അപ്പോൾ ഇങ്ങനെ ഒനിയനും അതിൽ ഫില്ല് ചെയ്ത്, പച്ചമുളക് ഞാൻ മാറ്റും കേട്ടോ, പേടിയായി. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് കൊണ്ട് പച്ചമുളക് കഴിക്കില്ല, അത് പറഞ്ഞു മാറ്റി വെച്ച്. എന്നിട്ട് സവാളയും ആ സോസും കൂടിയിട്ട് ടേസ്റ്റ് ചെയ്യുക കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ മേടിച്ചിട്ട്, മുമ്പൊക്കെ ഇടയ്ക്ക് മേടിക്കുമായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇത് അടിയിൽ ലീക്കാവും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ. പ്ലേറ്റൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മേത്തൊക്കെ ആവും. പിന്നെ ഇത് ഈ പപ്സൊക്കെ കഴിക്കണ പോലെയാണ്. മുഖത്തൊക്കെ ആകും, അല്ലെങ്കിൽ താഴെ ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ എല്ലാവരും കഴിക്കണം. ഇനി അഥവാ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. കണ്ട എൻ്റെ മുഖത്ത് ഇപ്പോഴിരിക്കുന്നുണ്ട്. അതായത് വിസ്മയ കോളേജിൽ നിന്ന് വന്ന് അവൾക്കും കൊടുത്തു കേട്ടോ. അവൾ ഹാപ്പിയായി. അപ്പോൾ കുറേ ദിവസമായി അവളിങ്ങനെ കച്ചോരി വേണമെന്ന് പറയുന്നു. അപ്പോൾ അവരും ഹാപ്പിയായി കഴിച്ചു.